ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലകളായ മാമ്പിള്ളി, പാലാഴി, കരിക്കൊടി പ്രദേശങ്ങളിൽ നാളുകളായി നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു ജലം അടങ്ങിയ വെള്ളമാണ് ഈ പ്രദേശത്തെ കിണറുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ബദൽ മാർഗം എന്ന രീതിയിൽ കിണർ നിർമ്മിക്കുക എന്ന് പറയുന്നത് സാഹസമാണ്. അപ്പോൾ ഈ പ്രദേശം മുഴുവനും ആശ്രയിച്ച് നിൽക്കുന്നത്, കുടിവെള്ളത്തെ ആശ്രയിച്ച് നിൽക്കുന്നത് പീച്ചി വെള്ളത്തെയാണ്. ആ പീച്ചി വെള്ളം മണലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഞാനും വിനോദനടക്കമുള്ള ആളുകൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണസമിതിക്ക് അതിൻ്റെ പ്രസിഡന്റിന് എങ്ങനെയാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് വെള്ളം ലഭിക്കുന്നത് എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഏതെല്ലാം കുടിവെള്ള പദ്ധതിയാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉള്ളത് എന്ന് പറയാൻ പോലും അവർക്കറിയില്ല. ഈ കുടിവെള്ള പദ്ധതികൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒന്നും പറയാൻ കഴിയാതെ അങ്ങനെ പ്രസിഡന്റിന്റെ കസേരയിൽ കുത്തിയിരിക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ പ്രസിഡന്റും അതുപോലെ തന്നെ UDF ഭരണസമിതിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPI ജില്ലാ കൗൺസിൽ അംഗം KV വിനോദൻ അധ്യക്ഷനായി. VV പ്രഭാത്, PB ജോഷി, VV സജീന്ദ്രൻ, PB ഹരിദാസ്, ധർമ്മൻ പർത്താട്ടിൽ, സിന്ധു ശിവദാസ്, സിമി പ്രദീപ്, ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു. LDF നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചയിൽ ടാങ്കറിൽ വെള്ളം അടുത്ത ദിവസങ്ങളായി എത്തിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു.